ഭരണം ഏറ്റെടുത്തത് മുതൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒന്നാണ് നമ്മുടെ മാട്ടൂലിൻ്റെ ശുചിത്വവും ആരോഗ്യമുള്ള ഒരു മാട്ടൂൽ സമ്മാനിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ വർഷം അത്രയും നമ്മൾ ചെയ്തു വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അണ്ടറിൽ നമ്മളിവിടെ വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാട്ടൂലിനെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള വ്യാപാരികളുമായിട്ടൊക്കെ സംവദിച്ച ശേഷം താമ്പത്തേരിയിൽ ചെയ്തതുപോലുള്ള രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നമ്മൾ നടത്തി വരികയാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ക്ലബ്ബുകളായാലും അതുപോലെ തന്നെ വ്യാപാര വ്യവസായ ഏകോപന സമിതികളായാലും ഒക്കെ നമ്മുടെ കൂടെ കൃത്യമായിട്ട് അവരെല്ലാവരും ചർച്ചയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭാഗമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മുക്ത മാട്ടൂൽ എന്നുള്ള ഒരു ആശയം ഇത് ഈ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് കണ്ണൂർ ജില്ലാ കലക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മളത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഹരിതകർമ്മസേനയുടെ വലിയ പ്രവർത്തനം നടന്നു വരികയാണ്. 34 അംഗങ്ങളുള്ള ഹരിതകർമ്മസേന എല്ലാ വാർഡുകളിലും കൃത്യമായിട്ടും വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും അത് സോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഹൈജീനിക് പഞ്ചായത്തായിട്ട് മാറ്റാൻ അവരും കൂടി നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗഫൂർ മാട്ടൂൽ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിനെ നയിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളിലും വികസന വിഷയങ്ങളിലും സദാ ജാഗരൂകരാണ് ഫാരിഷ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. കക്ഷി രാഷ്ട്രീയം ഒരിക്കൽ പോലും മാട്ടൂലിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമാവാതിരിക്കാൻ ഇവർ എല്ലായ്പ്പോഴും ശ്രദ്ധാലുക്കളാണ്. ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി കണ്ടത് ഒരു സൗഹൃദ അന്തരീക്ഷമുള്ള ഏത് ജനങ്ങൾക്ക് എന്താവശ്യത്തിനും കയറി വരാനോ ഒരു നല്ല സൗഹൃദമുണ്ടാകുന്ന രൂപത്തിൽ അവരുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ജനസേവന കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ജനസൗഹൃദ സംവിധാനമായിരിക്കണം പഞ്ചായത്ത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും നല്ല സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു സംവിധാനവുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് ഈ കഴിഞ്ഞ കാലയളവിൽ ജനക്ഷേമകരമായ വ്യക്തിപര ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് കൃഷി മേഖലയിലായാലും മൃഗസംരക്ഷണ മേഖലയിലായാലും വ്യക്തിപരമായി ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതികളാണ് ഈ കാലയളവിൽ ആവിഷ്കരിച്ചു വരുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തെക്കുംപാട് ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ മറികടന്ന് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിലുള്ള സേവനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മിനി MCFകൾ. എല്ലാ വാർഡുകളിലും മിനി MCFകൾ, അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ, അതേപോലെ തന്നെ നമ്മുടെ 3-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന MCF, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള MCF. അപ്പോൾ കൂടുതലായിട്ടും വരുന്ന വേസ്റ്റുകളെ ഒക്കെ തന്നെ കളക്ട് ചെയ്തിട്ട് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ നിന്ന് സോർട്ട് ചെയ്ത് അത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കും. കൂടുതലായിട്ട് പറയാനുള്ളത് മാട്ടൂൽ പഞ്ചായത്തിലുള്ള ജനങ്ങൾ ആദ്യത്തെ സമയത്തൊക്കെ 20% വരുന്ന വീടുകളാണ് നമ്മളോട് സഹകരിച്ചിരുന്നതെങ്കിൽ ബോധവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ അവരെല്ലാവരും തന്നെ ഇന്ന് നമ്മളോട് സഹകരിച്ച് ഏകദേശം 90% വീടുകൾ ഹരിതകർമ്മ സേനയുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് യൂസർ ഫീ നൽകിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ 1-ാം വാരം നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ മാട്ടൂലിൻ്റെ വിവിധ ഭാഗങ്ങളിലും ബീച്ചുകളിലും ഒക്കെ തന്നെ നല്ല രീതിയിൽ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണത്തോടു കൂടിയിട്ട് വൃത്തിയാക്കുകയും അതേപോലെ തന്നെ അത് തുടർന്ന് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരികയും ചെയ്യുകയാണ്.
വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലകൾക്കും മാട്ടൂലിന്റെ ഭരണസമിതി മുൻതൂക്കം നൽകുന്നു. ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്ന ബോധ്യം ഭരണസമിതിക്കുണ്ട്. സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പലതിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ചില യാത്രകൾ ഉടൻ പൂർത്തിയാകും. അതുപോലെ തന്നെ ശുചിത്വ മേഖലയിൽ വലിയ ഒരുക്കങ്ങൾ നമ്മൾ MCF വളരെ വലിയ രൂപത്തിൽ നമ്മുടെ കളക്ഷൻ സെൻറ്റർ ഒരുക്കി. അതോടൊപ്പം തന്നെ അവിടെ ബെയിലി മെഷീൻ സ്ഥാപിച്ചു. അതുപോലെ തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ, മാട്ടൂലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിനി MCFകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഓരോ മേഖലയിലും ജനങ്ങൾക്ക് ശുചിത്വ മേഖലയിലേക്ക് വരാൻ ആവശ്യമായ ഒരു സാഹചര്യം. ഒരു ക്യാമ്പയിനും കൂടി നമ്മൾ ഈ വർഷം തുടങ്ങുകയാണ്, വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ. ജനങ്ങൾ റോഡുകളിലേക്കും പരിസരങ്ങളിലേക്കും തോടുകളിലേക്കും പുഴകളിലേക്കും മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയാതിരിക്കാൻ ആവശ്യമായ വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ സംവിധാനം ഏറ്റവും ജനകീയമായ രൂപത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയാകുന്ന രൂപത്തിൽ നല്ല സംവിധാനത്തിലൂടെ നല്ല കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്ത്രീകൾ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനം ഏറ്റവും മികച്ച രൂപത്തിലാണ് പോകുന്നത്. പഞ്ചായത്ത് ഓഫീസിലേക്ക് ആർക്കും കയറി വരുന്ന രൂപം തന്നെ കാണാൻ പറ്റും. നിരവധി പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ഫ്രണ്ട് ഓഫീസ് ലൈബ്രറി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായി പുറത്തിറക്കിയിട്ടുണ്ട്. ആളുകൾക്ക് വരാനും ഇരിക്കാനും വായിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വരികയാണ്. നമ്മുടെ പുഴയും കടലും ചുറ്റപ്പെട്ട ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെ ആ ഒരു മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീർക്കുന്നതിന്, ആ മേഖലയിൽ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിക്ക് ഭരണസമിതി വലിയ രൂപത്തിലുള്ള ശ്രമം നടത്തുകയും അതിനാവശ്യമായ കാര്യങ്ങൾ വിജയം കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും വരുന്ന കാലയളവിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമ്മുടെ റോഡുകൾ നന്നാക്കുന്നതിൽ, അതുപോലെ തന്നെ ഡ്രെയിനേജുകൾ ഉണ്ടാക്കുന്നതിൽ, വരുന്ന സമീപഭാവിയിൽ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെളിച്ചെത്തിക്കുന്നതിന് ആവശ്യമായ വലിയ ഒരു ഇടപെടൽ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വരും വർഷങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. രണ്ടായിരത്തി 22-23 പദ്ധതിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്നും ട്രാക്ടർ നമ്മൾ കർഷകർക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഉപ്പുവെള്ളം കയറലാണ്. അതിന് തടയിടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ VCB പലകകളും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെച്ചതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാണ് അത് താമസിച്ചു എന്നല്ലാതെ ഈ പ്രാവശ്യം അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നമ്മുടെ മഞ്ഞൾ ഗ്രാമം എന്നുള്ള പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മൾ മുമ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വത്തക്ക, അതുപോലെ വെള്ളരി, ഇവയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മാട്ടൂൽ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെയുള്ള വിദേശ ഫ്രൂട്ടുകളൊക്കെ തന്നെ നമ്മുടെ നാടൻ രീതിയിലേക്ക് കൊണ്ടുവരികയും അതൊക്കെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഈ പ്രാവശ്യവും നമ്മൾ വെച്ചിട്ടുള്ളത്. ജനാഭിലാഷത്തിനൊപ്പം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ഫാരിഷ ടീച്ചറുടെ നേതൃത്വത്തിൽ മുന്നേറുകയാണ് മാട്ടൂൽ. ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയാണ് ഭരണസമിതിയുടെ കൈമുതൽ.